ചാന്നാർ ലഹള 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിനായി തുടങ്ങിയ സംഘർഷമാണ് ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നത്. മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള എന്നിവയൊക്കെ ചരിത്രരേഖകളിൽ ചാന്നാർ ലഹളയെപ്പറ്റി പരാമർശിക്കുന്ന മറ്റു പേരുകളാണ്. ഹിന്ദുമതത്തിലെ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടാകാത്തതിനെ തുടർന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ശേഷം മാറുമറയ്ക്കാൻ ചില ചാന്നാർ സ്ത്രീകൾ ശ്രമിച്ചിരുന്നു. എന്നാൽ മാറുമറച്ചു നടന്നതിനെതിരെ സവർണ ഹിന്ദുക്കൾ നടത്തിയ അക്രമവും അതിനുള്ള പ്രതികരണവുമാണ് ചാന്നാർ ലഹള. തിരുവിതാംകൂർ രാജഭരണ കാലത്ത് പുരുഷന്മാരിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതിയായിരുന്നു തലക്കരം. തിരുവിതാംകൂർ രാജ്യത്ത് സ്ത്രീകളിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതിയായിരുന്നു മുലക്കരം. അവർണജാതിയിൽപ്പെട്ട സ്ത്രീകളിൽ നിന്നാണ് ഇത്തരം നികുതികൾ ഈടാക്കിയിരുന്നത്. അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന കടുത്ത നികുതികളിൽ ഒന്നായിരുന്നു ഇത്. ചാന്നാർ അടക്കമുള്ള താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് അവരുടെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഇല്ലാതാക്കാൻ ചുമത്തപ്പെട്ട ഒരു തീരുവയായിരുന്നു ഇത്. അതായത് താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിച്ചാൽ ഈടാക്കുന്നതായിരുന്നു മുലക്കരം. ഒരിക്കൽ ചാന്നാർ സമുദായത്തിൽപ്പെട്ട നങ്ങേലി എന്ന സ്ത്രീ ചെയ്ത പ്രതിഷേധമാണ് മേലധികാരികളുടെ ശ്രദ്ധയ്ക്ക് കാരണമായത്. മുലക്കരമടക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ തന്നെ നങ്ങേലി ഒരിക്കൽ മേൽമുണ്ട് ധരിച്ച് സ്ത്രീവിരുദ്ധ നിയമത്തെ വെല്ലുവിളിച്ചു. പതിവ് പോലെ നങ്ങേലിയുടെ പ്രവൃത്തികൾ അധികാരികളുടെ കാതുകളിലുമെത്തി. രാജകിങ്കരന്മാർ നങ്ങേലിയോട് മുലക്കരമടയ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അന്നത്തെ അവർണജാതിയിൽപ്പെട്ട എല്ലാ സ്ത്രീകളുടെയും ശബ്ദമായി തന്നെ നിന്നുകൊണ്ട് അന്ന് നങ്ങേലി മുലക്കരമടയ്ക്കാൻ വിസമ്മതിക്കുകയും നിർബന്ധിച്ചപ്പോൾ അടിമത്തത്തിനും അനീതിക്കുമെതിരെ അവസാന സമരമുറ എന്ന നിലയിൽ തൻ്റെ മുലകൾ രണ്ടും ഛേദിച്ച് ഇലയിൽ വെച്ച് പ്രതിനിധികളെ ഏൽപ്പിച്ചു. രക്തം വാർന്ന് നങ്ങേലി മരിക്കുകയും ചെയ്തു. അവരുടെ ചിതയിൽ ചാടി ഭർത്താവും ആത്മഹത്യ ചെയ്തതായി പറയുന്നു. ഈ സംഭവത്തെ തുടർന്ന് പൊതുജനരോക്ഷം കടുക്കുകയും പിന്നീട് തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മുലക്കരം എന്ന നീതിയില്ലാത്ത നികുതി പിൻവലിച്ചു. നങ്ങേലിയുടെ സാഹസികത ചാന്നാർ ലഹളയുടെ ഭാഗമായിരുന്നു. പിന്നീട് 1859 ചാന്നാർ ലഹളയെ തുടർന്ന് തിരുവിതാംകൂർ രാജാവ് അവർണജാതിയിലെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള നിയമം പാസാക്കി. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ നേരിടാൻ നങ്ങേലിയുടെ കഥ ഓരോ സ്ത്രീക്കും പ്രചോദനമാണ്.